സാറേ ഒരു 200 രൂപ ഗൂഗിൾ പേ ചോദിച്ചു. മനസ്സിലാക്കണം, കേവലം 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ തൻ്റെ ഒപ്പം ഇരിക്കുന്ന കുട്ടിയുടെ പ്രയാസം മനസ്സിലാക്കി അവൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഇങ്ങനെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞ സമയത്ത് അതിലൊരു 5 കുട്ടികളുണ്ട്. 5 കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു 200 രൂപ ഗൂഗിൾ പേ ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു, എന്തിനാടാ? കാരണം സാധാരണ കുട്ടികൾ ചോദിക്കാറുണ്ട്, അവർക്ക് ബിരിയാണിയോ മന്തിയോ ഞാൻ എന്തെങ്കിലും കഴിക്കാനാണ് പൊതുവെ ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോമ്പൊന്നുമില്ലട ചങ്ങായിമാരെ, പോയി നോമ്പ് പറ്റി മര്യാദയ്ക്ക് ഇരിക്കടാറ്. അവർ പറഞ്ഞു അതിനൊന്നുമല്ല, ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ല എന്തിനാ 200 എന്നുള്ളത്. എന്നാൽ നിങ്ങൾ പറയാതെ ഞാൻ എന്തായാലും 200 തരാൻ പോകുന്നില്ല. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അതിലുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ നമ്മളെ ക്ലാസ്സിലുള്ള ഈ കുട്ടീൻ്റെ ഫീസ് കഴിഞ്ഞ 11 മാസമായിട്ട് ഞങ്ങളാണ് അടച്ചത്. ഞങ്ങൾ ഈ 5 ആളുകൾ 200 രൂപ എടുത്തിട്ടാണ് അടക്കൽ. ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാർക്ക് ഓക്കെയാണ്. അപ്പോൾ ഇത്തവണ എൻ്റെ കയ്യിൽ 200 ഇല്ല, കാരണം എനിക്ക് കിട്ടിയില്ല, എന്തോ ഒരു പ്രയാസം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ 200 കൂടെ കൊടുക്കണം, സാറിൻ്റെ ക്ലാസ്സാണെന്ന്, അതുകൊണ്ടാണ് സാറോട് ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം. കാരണം നമ്മൾ ഈ കുട്ടികളെ പല രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ മോശമാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, കേവലം 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ തൻ്റെ ഒപ്പം ഇരിക്കുന്ന കുട്ടിയുടെ പ്രയാസം മനസ്സിലാക്കി അവനക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ ശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കുട്ടികൾ ഇത്തരത്തിലുള്ള അപ്പുറത്തുള്ള ആളുകളുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളും നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പറയാനുള്ളത്.